ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് ചാമ്പയ്ക്ക കൊണ്ട്, ഇപ്പോൾ ചാമ്പയ്ക്കയുടെ സീസണാണല്ലോ, ചാമ്പയ്ക്ക കൊണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: മുളക് പൊടി, ഉലുവ, കായം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ചധികം പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ചധികം ശർക്കര ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ വേണം, പിന്നെ പുളി, പിന്നെ കടുക്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചീഞ്ചട്ടി ചൂടാക്കി അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക്, ഉലുവ, ഉണക്കമുളക് എല്ലാം ഇടാം. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ പച്ചമുളക്, ഇഞ്ചി അതെല്ലാം ഇടണം. പച്ചമുളക് ഇട്ട് നല്ലപോലെ വഴറ്റി വരുമ്പോഴും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം നല്ലപോലെ പൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാമ്പക്ക കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളമുണ്ട് കഴുകിയത് ഒന്ന് ഇളക്കി അടക്കി വയ്ക്കാം. അപ്പോൾ അത് കഴുകും. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഈ മഞ്ഞൾപ്പൊടി ഇടാം. അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ചാമ്പയ്ക്ക ഇട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിക്കണം അടച്ച് വെച്ചിട്ട്. ഇപ്പോൾ ഈ ചാമ്പയ്ക്കൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഉടച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടെന്നുള്ള കാര്യം. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിനകത്ത് മുളക് പൊടിയും പിന്നെ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിതിൽ പുളിവെള്ളം ഒഴിക്കാം. പിന്നെ ഉള്ളത് നമുക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ട് ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ട് അതും ഒഴിക്കാം. അത് നല്ലപോലെ തിളച്ച് വറ്റി വരുമ്പോൾ അച്ചാർ റെഡിയാവും. ഒരുമാതിരി നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്പൂൺ വിനാഗിരി ചേർക്കാം. അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എരിവ്, പുളി, മധുരം എല്ലാം ഒപ്പം നിൽക്കുന്ന ഒരു കറിയാണിത്. ഒരു അച്ചാറാണ്. നല്ല ടേസ്റ്റാണ്. വെജിറ്റബിൾ ബിരിയാണിയുടെ കൂടെയോ നോൺ വെജ് ബിരിയാണിയുടെ കൂടെയോ അല്ലെങ്കിലും സദ്യക്ക് വിളമ്പാനൊക്കെ നല്ലതാണ്. ഒരു മധുരമാണ്. മധുരമുള്ളൊരു അച്ചാറാണ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.